26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. എട്ടാം ശമ്പള പരിഷ്കരണത്തിന് 2027 പകുതി വരെ കാത്തിരിക്കേണ്ടി വന്നേക്കും. നിലവിൽ അന്തിമ ശമ്പള മാട്രിക്സോ ഔദ്യോഗിക ഫിറ്റ്മെന്റ് ഫാക്ടറോ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും ശമ്പളം എത്ര കൂടുമെന്നതിൽ ഏകദേശ കണക്കുകൾ പുറത്തുവരുന്നുണ്ട്. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും എട്ടാം ശമ്പള പരിഷ്കരണത്തിനു വേണ്ടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ നിലവിൽ സജീവമായി പുരോഗമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വിവിധ ജീവനക്കാരുടെ യൂണിയനുകൾ, പെൻഷൻ സംഘടനകൾ എന്നിവരുമായുള്ള കമ്മീഷന്റെ പ്രാഥമിക കൂടിയാലോചനകൾ തുടരുകയാണ്. വിവിധ മന്ത്രാലയങ്ങൾക്കും വകുപ്പുകൾക്കും ഓൺലൈൻ പോർട്ടൽ വഴി ജീവനക്കാരുടെ വിവരങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജൂലൈ 31 വരെ നീട്ടിയിരുന്നു. ശമ്പള പരിഷ്കരണത്തിനു വേണ്ടി 2027 പകുതി വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അന്തിമ ശമ്പള മെട്രിക്സോ ഔദ്യോഗിക ഫിറ്റ്മെന്റ് ഫാക്ടറോ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അടിസ്ഥാന ശമ്പളത്തിൽ വൻ വർധനവുണ്ടായേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. 2025 നവംബറിൽ കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കമ്മീഷന് 18 മാസത്തെ സമയമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. 2027 മാർച്ച് ഏപ്രിൽ മാസത്തോടെയോ അല്ലെങ്കിൽ 2027 മെയ് മാസത്തിന് ശേഷമോ പുതിയ ശമ്പള ഘടന നിലവിൽ വന്നേക്കാമെന്ന് വിദഗ്ധർ പറയുന്നു. അടിസ്ഥാന ശമ്പളം കണക്കാക്കുന്നതിൽ ഫിറ്റ്മെന്റ് ഫാക്ടറാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. നിലവിലുള്ള അടിസ്ഥാന ശമ്പളത്തെ പുതിയ ശമ്പളത്തിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഗുണന ഘടകമാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ. നാഷണൽ കൌൺസിൽ ജോയിന്റ് കൺസൾട്ടേറ്റീവ് മിഷനറി 2.83 ഫിറ്റ്മെന്റ് ഫാക്ടർ വേണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിലും സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത് കുറയാൻ സാധ്യതയുണ്ട്. മാത്രമല്ല 2.1 ഫിറ്റ്മെന്റ് ഫാക്ടറിനാണ് സാധ്യത കൂടുതലെന്നും ഇത് നടപ്പിലായാൽ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 18,000 രൂപയിൽ നിന്ന് 37,800 രൂപയായി ഉയരുമെന്നും സൂചനകളുണ്ട്. പുതിയ ശമ്പള പരിഷ്കരണത്തോടെ നിലവിലെ ക്ഷാമബത്ത 0-ലേക്ക് പുനഃക്രമീകരിക്കപ്പെടും. കൂടാതെ പുതിയ അടിസ്ഥാന ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനമായി HRA വീണ്ടും കണക്കാക്കും. TA ഉൾപ്പെടെയുള്ള മറ്റ് അനുബന്ധ അലവൻസുകളും പുതിയ ഘടനയ്ക്കനുസൃതമായി വർദ്ധിപ്പിച്ചേക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ HRA കണക്കാക്കുന്നത് അവരുടെ അടിസ്ഥാന ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനമായാണ്. അതിനാൽ തന്നെ ശമ്പള കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ഫിറ്റ്മെന്റ് ഫാക്ടറിനനുസരിച്ച് അടിസ്ഥാന ശമ്പളം ഉയരുമ്പോൾ സ്വാഭാവികമായും HRA തുകയും കുത്തനെ ഉയരും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.